കപ്പിൾ കൗൺസിലിംഗ് സെഷൻസിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളൊരു കൺസേൺ ആണ് പാർട്ട്ണർ ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇമോഷണലി ഒട്ടും അവൈലബിൾ ആവുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കൺസേൺ ആണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങളോട് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന്. അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ്, ഐ എം ഷിഫ, പ്രാക്ടീസിങ് ആസ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ക്രിങ്ക്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണത്. അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഫിനാൻഷ്യലി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഒട്ടും ആൾ ഇമോഷണലി അവൈലബിൾ അല്ല. ഇമോഷണലി ഭയങ്കര അൺഅവൈലബിൾ ആയിട്ടിരിക്കുന്നു. ലൈക്ക് ഇമോഷണൽ നീഡ്സ് ഒന്നും ആൾ ബോത്തർ ചെയ്യണില്ല, അതൊന്നും ആൾ അതിലേക്ക് വരുന്നില്ല. ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ, എന്നാൽ അതിനൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് അവരുടെ പാർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാതെ, കാണാതെ ഫിനാൻഷ്യൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഫാമിലിയുടെ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഓരോ ആൾക്കാരും വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളും അവർ കൂടുതൽ കണ്ടേക്കുന്നതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് എൻവയോൺമെൻറ്റ് അതിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ്. അതായത് അവർ വളർന്നു വന്ന ചുറ്റുപാട്, അവർ കണ്ടിട്ടുള്ള ലൈഫ്, ചിലപ്പോൾ അവരുടെ പാരൻസ് ഇപ്പോൾ കുറേയൊക്കെ പിന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ജനറേഷൻ ബാക്കോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ കാണുന്നത് അങ്ങനെയാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അതായത് കുട്ടികളുടെ ഫീസ്, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം കണ്ടു വളർന്നത് ഒന്നതാണ്. അപ്പം അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പം അത് അങ്ങനെ ആയിട്ട് അതറിയാത്തത് കൊണ്ടും ഈ പറയുന്നത് പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അത് തന്നെ ഫോളോ ചെയ്ത് വരുന്നതുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും മനസ്സിലായിരിക്കുന്നത് അതൊരു വലിയൊരു ഫാക്ടറാണ്. അതായത് അവർ വളർന്ന ചുറ്റുപാടും അവരുടെ ഫാമിലിയും അതൊക്കെ ഇവരുടെ ഇങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതൊക്കെ ഭയങ്കര വലിയൊരു ഫാക്ടറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു പാർട്ട്ണറായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഞാനൊരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യല്ല കേട്ടോ, ഒരു ഹസ്ബൻഡിനെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. പക്ഷേ നിങ്ങൾ കണ്ണ് തുറക്കേണ്ട സമയമായി എന്നുള്ളൊരു കാര്യം പറയാനാണ്. കാരണം ഇത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യും നിങ്ങളുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്. കാരണം ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല, അത് രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ സ്ട്രെസ്സ് നിങ്ങൾ മാത്രം തലയിൽ കൊണ്ട് നടക്കണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു ലൈഫല്ല മാരേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു പാർട്ട്ണർഷിപ്പ് പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വിഷമം വൈഫ് കേൾക്കുന്നതും അതുപോലെ തന്നെ വൈഫിൻ്റെ വിഷമം ഹസ്ബൻഡ് കേൾക്കുന്നിടത്തും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഫിനാൻഷ്യൽ കാര്യം മാത്രമല്ല ഹസ്ബൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ റീതിങ്ക് ചെയ്യേണ്ട സമയമായി. കാരണം ഇമോഷണലി അവൈലബിൾ ആവാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഹസ്ബൻഡ് മാത്രമല്ല വൈഫിനും അങ്ങനെ തന്നെയാണ്. അപ്പം പലപ്പോഴും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ബ്ലെയിംസ് നമ്മുടെ വൈഫിൻ്റെ സൈഡിൽ നിന്ന് കാണാറുണ്ട്. അതായത് നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങൾ ഒരിക്കലും എനിക്കത് അവൈലബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരു പോയിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ആളെ എന്നും ഒരു ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഒരു കൺസേൺ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമത്തിൻ്റെ പുറത്താണ് നമ്മളത് പറയുന്നത്. പക്ഷേ അത് കേൾക്കുന്ന സമയത്ത് അവർ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ അതുവരെ നമുക്ക് തന്ന സപ്പോർട്ടോ ഒക്കെ നമ്മളൊരു പോയിന്റിലൊക്കെ ഇല്ല, നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അവരൊരിക്കലും നമ്മളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാവണമെന്നില്ല അല്ലേ. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ
നിങ്ങളെപ്പോഴും അങ്ങനെയാണ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇതാണ് ചെയ്തതെന്നായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താ, എല്ലാ കാലത്തും നിങ്ങൾ അങ്ങനെയാണെന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ എന്താ, ഒരു 10 വർഷം മുന്നേ ഉണ്ടായ കാര്യം അപ്പോഴും എടുത്തിടും, ഇന്ന് വഴക്കുണ്ടാകുമ്പോഴും. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇപ്പോഴും വഴക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വഴക്ക് വരുമ്പോഴും പഴയ കാര്യങ്ങൾ എടുത്തിടുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വഴക്ക് സ്മൂത്തായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യില്ല. അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നെഗറ്റീവായിട്ട് വരുന്ന രീതിയിലേക്കായിരിക്കും എത്തുക. അപ്പോൾ എന്തിനാ, നിങ്ങളുടെ ഒരു ഗോൾ എന്താ? ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണോ? അതോ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയി ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ആ ഒരു മാരേജ് ലൈഫ് എന്താ പറയുക, എൻജോയ് ചെയ്യാനേ പറ്റാതെ അവസാനം കുറേ കഴിയുന്ന സമയത്ത് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാരേജ് ലൈഫ്? അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ അല്ല. ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അവിടെ വേണം, അതൊരു എഫേർട്ടും വേണം. എന്നാൽ വൈഫ് എന്നുള്ള രീതിയിൽ വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അവിടെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നിൽക്കരുത്. അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇതാണ് ചെയ്യുന്നത്, അപ്പം ഞാനിതൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാര്യമായി. കാരണം നമ്മുടെ ലൈഫാണ്, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പം വേറൊരാൾ ചെയ്യുന്നതോ അത് നമ്മുടെ പാരൻസ് ചെയ്യുന്നതോ ഇത് എന്നെ നമ്മൾ കണ്ണടച്ച് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറ്റ് എൻ്റെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, ആ ഒരു കണക്ഷൻസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എന്താ, നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്യാതെ ബ്ലെയിം ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി വെക്കാനും നിങ്ങൾക്ക് പറ്റണം. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലിൻ്റെ അടുത്താകുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ പാരൻസിൻ്റെ അടുത്തൊക്കെ ഇരുന്നായിരിക്കും സംസാരിക്കുക. അപ്പോൾ രണ്ടാളിരുന്ന് സംസാരിക്കേണ്ട കാര്യം ഒരു കുടുംബം മൊത്തം ഇരുന്ന് സംസാരിച്ച് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുന്ന രീതിയിലേക്ക് വരും. അപ്പം നിങ്ങളുമായിട്ട് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ജഡ്ജ്മെൻ്റൽ പെർസ്പെക്റ്റീവും വരാം. അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിലൊരു എന്താ പ്രോബ്ലത്തിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു തോട്ടിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പം എപ്പോഴും അതൊരു പ്രൊഫഷണലിൻ്റെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.